ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനി നിൻ പാദം സ്മരിച്ചന്വകം ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോൽക്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷഡ്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരതപങ്കജം കലിമല പ്രധ്വംസിനാ ശ്രേയസേ. കൗരവ പാഞ്ചാല യുദ്ധം. കിടങ്ങും തൂർത്തുകോട്ടയഴിപ്പാൻ കുരുസൈന്യം തുടങ്ങും നേരം അതു കണ്ടു പാഞ്ചാല നൃപൻ ദൃഷ്ടദ്രുദ്യുമ്നാദികളാം തന്നുടെ പുത്രന്മാരും പെട്ടെന്നു പുറപ്പെട്ടു നാലങ്കപ്പടയോടും. ഭൈരവതരമതുമുലാരവ കോലാഹല ഭേരീനാദത്തോടിട ചേർന്നതു പെരുമ്പട. കൗരവ പാഞ്ചാല ഭൂപാല ബലം തമ്മിൽ ഘോരമായിടും വണ്ണമേറ്റതീനന്തരം യുദ്ധസന്നദ്ധന്മാരായി പുറപ്പെട്ടതു പാണ്ഡു പുത്രന്മാർ അടുകണ്ടു വേപതു പൂണ്ടിടിനാർ. ധാർത്തരാഷ്ട്രന്മാർ മോദം പൂണ്ടതു പാഞ്ചാലന്മാർ ദൃഷ്ടമ്നനും പിന്നെ ശിഖണ്ഡി സുമിത്രനും പുഷ്ടവീര്യവാനാകും പ്രിയദർശനൻ താനും ചിത്രകേതുവും സുകേതു ധ്വജസേനന്മാരും പുത്രന്മാരേഴുപേരും ദ്രുപദ നൃപേന്ദ്രനും ക്രുദ്ധന്മാരായ അടുത്തിടിനാനതു നേരം കർണനും ജയദ്രഥൻ താനും ഒരുമിച്ചു കൊന്നിതു സുമിത്രനെ പ്രിയദർശനനെയും. വൃത്രാര്യപുത്രനപ്പോൾ കൊന്നിതു ജയദ്രഥപുത്രനെ കർണാത്മജനാം സുഭാനുവിനെയും. സിന്ധുഭൂപനു മംഗധാധിപനും അത് കണ്ടു കുന്തി നന്ദനരഥം പൂട്ടിയിടുമശ്വങ്ങളെ മൂന്നിനെ കൊന്നാരതു കണ്ടു ഭീമനും അത് മൂന്നും വേഗേന യോജിപ്പിച്ചതു കണ്ടു പാർത്ഥൻ വായുവേഗത്തോടടുത്തിടിനാനതു നേരം സായകാവലി സഹിയാഞ്ഞു കൗരവരെല്ലാം സായുധന്മാരായ ഓരോ ദിക്കിലെ പാഞ്ഞേടിനാൻ വായുസന്നങ്ങളായ മേഘങ്ങളെന്ന പോലെ. മന്നവനായ ദുര്യോധനൻ തന്നെ കണ്ടിട്ടുന്നതമായ വൃക്ഷം പറിച്ചങ്ങിലെ ഊരി സന്നദ്ധനായങ്ങടുത്തിടിനാൻ മൃഗോദരൻ. ഖിന്നനായി ഓടിമറഞ്ഞിടിനാൻ സുയോധനൻ. മുമ്പിലെ കുരുസൈന്യം പാഞ്ചാലപുരമെല്ലാം വൻപോടു വളഞ്ഞ അപ്പോൾ അയച്ചു പാണ്ഡവന്മാർ വൃഷ്ണികളോടും ബലദേവാദിവീരരോടും കൃഷ്ണൻ തന്നോടും വൃത്താന്തങ്ങളെ അറിയിപ്പാൻ. രാമകൃഷ്ണന്മാരതു കേട്ടുടൻ ഓടി വന്നാൽ ആമോദം പൂണ്ടു ചതുരംഗവാഹിനിയോടും. ധാർത്തരാഷ്ട്രന്മാരെല്ലാം സാധുസന്മാരായി പാരമാർത്തി പൂണ്ടൊക്കെ തക്ക ഹസ്തിനപുരം പൂക്കാർ. പോകുമ്പോൾ ദുശാസനൻ തന്നോടു സുയോധനൻ ആകുലപ്പെട്ടു മന്ദമന്ദം ഓരോന്നു ചൊന്നാൽ. കുന്തിയും പുത്രന്മാരും ജാതുഷ ഗേഹേ മുന്നം പെന്തിയിലെന്നതും ഇപ്പോൾ നിശ്ചയം വന്നുവല്ലോ. ബന്ധുക്കളവർക്കിപ്പോൾ ഉണ്ടായി പാഞ്ചാലനു മണ്ഡകവൃഷ്ണികളാം രാമകൃഷ്ണാദികളും. എന്തോന്നു പുന്നോ പുരോചനൻ ചെയ്തതു പോഷത്വം കൊണ്ടെന്തെല്ലാം വരുമിനി മേലിലെന്നറിഞ്ഞില്ല. നമ്മുടെ പൗരുഷവുമേറ്റം നീ ധരിക്കണം. നിർമ്മലഗാത്രി തന്നെ കൊണ്ടവർ പോയാരല്ലോ. ഇത്തരം പറഞ്ഞവർ മന്ദം പോയ കമ്പൂക്കു ഹസ്തിനപുരത്തിങ്കൽ ബന്ധുവർഗങ്ങളോടും. പാർത്ഥന്മാർ പാഞ്ചാലിയെ വേട്ടതും ജയിച്ചതും ധാർത്തരാഷ്ട്രന്മാർ നാണം കെട്ടുപോയതുമെല്ലാം കേട്ട് സന്തോഷം പൂണ്ടു വിതുരർ ചെന്നു ധൃതരാഷ്ട്ര ഭൂപതി തന്നോട് വണ്ണമറിയിച്ചാൽ നാട്ടിലുള്ളവർക്കെല്ലാം സന്തോഷം വയ്ക്കും വണ്ണം വേട്ടുതു നരാധിപ നിന്നുടെ പുത്രന്മാരിൽ
ജ്യേഷ്ഠനാം അവൻ ദ്രുപദാത്മജ തന്നെയപ്പോൾ വാട്ടമെന്നിയെ കുരുവംശവും വർദ്ധിച്ചിടും. വിദുരവാക്യം കേട്ടു ധൃതരാഷ്ട്രരും അതി കൗതുകം പൂണ്ടു. ദൈവാനുഗ്രഹമെന്നു ചൊന്നാൽ തനയന്മാരിൽ ജ്യേഷ്ഠനെന്നതു കേട്ടു സുയോധനനോർത്തു. പുനരന്ധനുമുര ചെയ്താൽ ആഭരണങ്ങളെല്ലാം കൊടുത്തിടുക വേണം. ദ്രൗപദിക്ക് അലങ്കരിച്ചിടുവാൻ വൈകിടാതെ. വാഞ്ചയാ മത്സന്നിധൗ ദുര്യോധനനോടും പാഞ്ചാലി തന്നെ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നിടണം. ചൊല്ലിനൻ മന്ദസ്മിതം പൂണ്ടുടൻ വിതുരരും അല്ലല്ല ധർമ്മജൻ വേട്ടിതെന്നല്ലോ കേട്ടു. സ്വകാര്യച്ഛാദനാർത്ഥം ധൃതരാഷ്ട്രരുമെങ്കിൽ ഭാഗധേയം പാണ്ഡവന്മാർ ജീവിച്ചതുമെന്നാൽ കുന്തിയും പാണ്ഡവരും പാഞ്ചാലൻ തന്നോട് സംബന്ധികളായി വന്നതു നന്നായതെന്നു ചൊന്നാൻ. കർണനും സുയോധനൻ താനുമായി വിതുരർ പോയെന്നതു കണ്ടു മന്നവനോട് ചൊന്നാൻ. ഞങ്ങൾക്കു തിരുമുമ്പിൽ വിതുരരുണ്ടാകയിൽ ഇങ്ങു വന്നുണർത്തിപ്പാൻ ഇല്ലാഞ്ഞതിനവസരം. ശത്രുക്കൾ വർദ്ധിച്ചതും നാമെല്ലാം ക്ഷയിച്ചതും ചെത്താവിനുള്ളിൽ മോദമെന്നറിഞ്ഞിതോ. കുന്തി നന്ദനന്മാരെ വൈകാതെ ഒടുക്കുവാൻ എന്തൊരു കഴിവെന്നു പലരും ഒരുമിച്ചു ചിന്തിക്ക വേണമെന്നേ മനസ്സി നമുക്കുള്ളൂ. സന്തോഷം വരും പുനരല്ലായിൽ തോൽവി പാരം. കർണനും ശകുനിയും ദുര്യോധനനുമായി കർണേ ഭൂപതിയോടു മന്ത്രിച്ചാർ പലതരം ദുർനയം. നരപതി തന്നോട് ദുർമന്ത്രികൾ ചെന്നുപദേശിക്കുന്നതറിഞ്ഞു ഭീഷ്മാദികൾ. പൂർവംശത്തിലേക്ക് ആപത്തു വരായുവാനായി ദൂരവീക്ഷണമുള്ള ശന്തനുതനേനും ഭരദ്വജനും കൃപാചാര്യനും വിതുരരും സാരജ്ഞന്മാരായി മറ്റുള്ള സജ്ജനങ്ങളും മേദിനീപതിയായ ധൃതരാഷ്ട്രർ തന്നോട് സാദരം ധർമാധർമ്മങ്ങളും നീതിയുമെല്ലാം കർണ ഗാന്ധാര ഗാന്ധാരി തനയന്മാരെയും മുന്നിലമ്മാറു വരുത്തി പറഞ്ഞതു നേരം. മനവൻ ധൃതരാഷ്ട്രർ തന്നുള്ളിൽ നിരൂപിച്ചു. നന്നല്ല മഹദ്വാക്യമാചരിയാഞ്ഞാലിപ്പോൾ എന്നുടെ മതം വെളിച്ചത്തു കാട്ടുന്നില്ല. ഞാൻ എന്നോട് വെറുപ്പുണ്ടാം പുത്രന്മാർക്ക് എന്നാകിലും തങ്ങൾക്കു നാശം ഭവിക്കുന്നതും ഇവർക്കുള്ളിൽ എന്നുമേ ചെന്നീലെന്നാൽ ഞാൻ ഇപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ കുലത്തിനു നല്ലത് ചൊല്ലിയിടുന്നു. ധർമ്മിഷ്ഠന്മാർ വാക്കുകൾ കൈക്കൊള്ളുന്നതേയുള്ളൂ. യുദ്ധമാത്മനി കൽപ്പിച്ചവരോടുര ചെയ്തു സിദ്ധാന്തം നിങ്ങൾക്കെല്ലാം എന്തെന്നു ചൊല്ലിയിടുവിൻ. ഭദ്രമാകുന്നതിപ്പോൾ ഇവിടെ നമുക്കൊന്തു വിദ്വൽ പ്രൗഢന്മാർ നിങ്ങൾ ചിന്തിച്ചു കൽപ്പിക്കുന്നതു മമതിനു മറ്റു പുറമൊരു നാളും വർത്തിച്ചിടുകയില്ല ഞാനെന്നു ധരിച്ചാലും. താപവും മറച്ചുള്ളിൽ പുറമേ സന്തോഷവും ഭൂപതി ഭാവിച്ചവരോടു ചൊന്ന നേരം ദ്രോണരും വിതുരരും ഭീഷ്മരും കൃപരുമായി ക്ഷീണലോചനനായ നൃപനോടറിയിച്ചാർ. വിരേ വരുത്തുക പാണ്ഡവന്മാരെ എന്നാൽ പെരികെ നാശമില്ലതല്ലായിൽ മുടിഞ്ഞുപോം. എങ്കിലോ വിതുരർ പോയി വരുത്തിയിടുകയെന്നു സങ്കടം മറച്ചാശു ധൃതരാഷ്ട്രരും ചൊന്നാൽ. വിതുരരതു കേട്ടു ദ്രുപദപുരം പൂക്കു. പൃഥയും പുത്രന്മാരും പോരുകെന്നുര ചെയ്തു. കൃഷ്ണനും വിതുരരും കുന്തിയും ദ്രുപദനും കൃഷ്ണനും പാണ്ഡുസുതന്മാരുമായി നിരൂപിച്ചു. ഹസ്തിനപുരം പൂക്ക് കല്യാണഘോഷത്തോടും എത്രയും തെളിഞ്ഞതു നഗരനിവാസികൾ. പാണ്ഡവന്മാരും നല്ല പത്നിയും ജനനിയും പാണ്ഡുപൂർവജനാദിയായ ബന്ധുക്കളെയും വണങ്ങി ഒരുമിച്ചു പാണ്ഡുവിൻ ഗൃഹം തന്നിൽ ഗുണങ്ങളോട് സുഖിച്ചിരിക്കും കാലത്തിങ്കൽ. ഹരിയോം.